ബൊഗൈൻവില്ല അതാണ് സിനിമയുടെ പേര്. അതിനകത്ത് സ്തുതി മ്യൂസിക് കമ്പോസ്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാമിൻ്റെ ഒരു മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ആകെ 3-4 കീയേ ഉള്ളൂ, അതിൽ തന്നെ പുള്ളി ഇങ്ങനെ വെച്ച് തകർക്കാണ്. പക്ഷേ സംഭവം രസമായിട്ടുണ്ട്. എന്തിനു വേണ്ടി കർത്താവിനെയും മറ്റേ സ്തുതിയും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തു? അത് ശരിക്കും കോൺട്രവേഴ്സി ആയതാണോ അതോ ഇവർ തന്നെ കോൺട്രവേഴ്സി ആക്കിയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അമൽ നീരദിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈ എനിഗ്മ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, അവരുടെ സാഡ്നെസ് അതുപോലത്തെ പാട്ടുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 90s കിഡ്സിന് അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ 2K കിഡ്സിന് ഇതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യത കുറവാണ്. കാരണം എനിഗ്മ എന്ന് അവരെങ്ങനെയാണ് പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ അമൽ നീരദിൻ്റെ ഒരു ഫുള്ള് ലൈന് ആ ഒരു ഇതിലാണ്. ആകെ ഒരു ഡ്രസ് പഠിച്ച് ഒരു സൈഡ് അടിച്ച് ഇരിക്കുന്ന ഒരു സംഭവം. ഇതേ പ്രശ്നം വന്നതാണ് ഭീഷ്മപർവം. അത് ഭീഷ്മ സിനിമയിൽ ഇതേപോലത്തെ ഒരു സംഭവം ഒന്നാണ്. ക്രിസ്ത്യാനിറ്റി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ടച്ച് ചെയ്യുന്നു, ക്രിസ്ത്യൻ ആൾക്കാരൊക്കെ മോശപ്പെട്ടവരാണ്, അതിൽ ഒരാൾ മാത്രം നല്ലവനാണ്, ബാക്കിയുള്ള ക്രിസ്ത്യൻസൊക്കെ ഇങ്ങനെ മുസ്ലിമായിട്ട് മാറിയിട്ട് മതം മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ വിവാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയെയും ഈ ഹിന്ദുയിസത്തെയും മാത്രമേ ഇവർ തൊട്ട് കളിക്കത്തുള്ളൂ. മുസ്ലിം ഇതിനെ തൊട്ട് കളിക്കുമ്പോൾ ഇവർ അതിനെ ടെററിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാമ്പിങ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് പ്രശ്നം വരുന്നില്ല. മുസ്ലിംസ് എല്ലാവരും ടെററിസ്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞു കളയും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുയിസത്തെയും ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഇത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കൊല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ആ കഥയ്ക്ക് വേണ്ടി ആ കഥ ഡിമാൻഡ് ചെയ്യുന്നു ആനാണ്ടി എന്നൊക്കെ പറഞ്ഞു കളയുമ്പോൾ അതാണ് പറയാൻ പോകുന്നത്. പിന്നെ ജ്യോതിർമയിയുടെ ഈ ലുക്ക് കാണുമ്പോൾ വലിയ മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പടത്തിൽ. പക്ഷേ ഇനി മൈലേജ് ഇട്ടിട്ട് എങ്ങോട്ട് പോകാനാ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ കാണിച്ചു വച്ചിരിക്കുന്നത്? ചുമ്മാ മുട്ട അടിച്ചിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ കൊടുത്തു കഴിയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. ജ്യോതിർമയി റോക്കിംഗ്, ജ്യോതിർമയി ഷോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് അമൽ നീരദിൻ്റെ തന്നെ ഒരു ടാക്റ്റിക്കാണ്. ഇതൊരു ക്രിസ്ത്യൻ പ്രോബ്ലമാക്കി ഒരു വിവാദമാക്കി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഈ വീഡിയോ അങ്ങ് വൈറലാവുമല്ലോ. പിന്നെ വന്ന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഇതിനകത്ത് വരുന്ന ലൈൻസ് എന്ന് പറയുമ്പോൾ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഇതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. ഇതിനകത്ത് തെറ്റ് വരുന്ന ഒരു ഭാഗമുണ്ട്, അത് കുറച്ച് വൾഗർ എലിമെൻ്റാണ്. അത് എല്ലാവർക്കും മനസ്സിലായോ എന്നറിയില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേ സ്നേഹമുള്ള വാക്കുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. രക്തം മുഴുവൻ നീയെ, കാറ്റും തണലും നീയെ എന്നൊക്കെയാണ് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലവ് സ്റ്റോറി ബേസ്ഡ് ആണ് പാട്ട്. എൻ്റെ തെറ്റും ശരിയും നീയേ, എൻ്റെ കനവും എല്ലാം നീയേ എന്നൊക്കെയാണ് പറയുന്നത്. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, ക്ഷീണിച്ച് പകരം ഞാൻ എന്ത് തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി, ചുണ്ടാകും തോക്കിൽ ഉണ്ടയുതിർക്കാം ആമേൻ. എന്തുകൊണ്ട് അവിടെ ആമേൻ വെച്ചു? അതൊക്കെയാണ് ഇപ്പോൾ ചോദ്യം വരിക. ചുണ്ടാകും തോക്കിൽ നിന്ന് ഉണ്ട ഉതിർക്കാം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ബ്ലോ ജോബാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെയധികം മോശമായിപ്പോയി. പക്ഷേ വൾഗാരിറ്റിയും ഇതുപോലത്തെ ഒബ്സീൻ മാറ്ററൊക്കെ ആണല്ലോ ഇപ്പോൾ സിനിമയിലെ കണ്ടൻറ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നല്ല കുറേ കാലമായിട്ട് അതാണ് സിനിമയിൽ, കുറേ സിനിമകളിൽ അങ്ങനെയാണ് കണ്ടൻറ്. ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന മാസ് സിനിമ എടുത്താലും അതുപോലത്തെ വലിയ വലിയ പടങ്ങൾ എടുത്താലും ഒക്കെ വൾഗാരിറ്റിയും ഒക്കെ മറ്റേ വെട്ടലും കുത്തലും മറ്റേ ചോര പൊടിയലും ഇതൊക്കെയാണ്, ഫുള്ള് ചോരക്കളിയാണ്. ഈ ഒരു വാക്കാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കിയിട്ട് ശരിക്കും ക്രിസ്ത്യൻ ആൾക്കാരാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, ക്രിസ്ത്യൻസ് ആണോ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇത് അമൽ നീരദിൻ്റെ ഒരു ടാക്ടിക്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺട്രവേഴ്സി ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാട്ടങ്ങ് കയറി ഹിറ്റാവില്ല. കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യും, കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് വർത്തമാനം പറയും, പിന്നെ കുറേ ആൾക്കാർ ശ്രദ്ധിക്കും, അങ്ങനെ പാട്ട് കയറി അങ്ങ് വൈറലാവും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉണ്ട, ഈ തോക്ക്, ചുണ്ട് ഇതൊക്കെയാണ് പ്രശ്നം. പിന്നെ വേറെ കാര്യമായിട്ട് അതിനകത്ത് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അതിനി ആ ലൈൻ അവർ മാറ്റുമോ, ഇനി അങ്ങനെയൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അവൾ നിങ്ങളെ മറിച്ചിടും. അയ്യോ എന്തൊരു മനുഷ്യനൊക്കെയാണെന്ന്, കാശിന് വേണ്ടിയിട്ടേ. ഫഹദ് ഫാസിൽ മുസ്ലിം ആയതുകൊണ്ട് അതും ഒരു സ്റ്റാമ്പിങ് ആകാനുള്ള സാധ്യതയുണ്ട്, ആയിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. പിന്നെ മമ്മൂക്ക മുസ്ലിമാണ്, സൗബീൻ ഷാഹിർ മുസ്ലിമാണ്. മറ്റേ ഭീഷ്മപർവം വന്നപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ. എന്താണേലും ഈ പടം ഭയങ്കര ഹിറ്റായിരിക്കും. പടത്തിൻ്റെ മേക്കിങ്ങിലാണ് കാര്യം. അതാണ് ഇയാൾ ചെയ്തു വെക്കുക. ഇയാൾ ഒരു വ്യത്യാസമായിട്ട് എടുത്തു വെക്കും. പക്ഷേ ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്
ഈ പെണ്ണും കൂടെ ഭയങ്കര വൾഗറാണ്, ഭയങ്കര അടി ഇടി വെടിയൊക്കെ ആയിരിക്കും തോന്നുന്നു, ഭയങ്കര ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും തോന്നുന്നു ജ്യോതിർമയി. എന്നാണേലും മുഖത്തെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഒക്കെ ഈ 10-15 കൊല്ലം മുമ്പേ ഇംഗ്ലീഷിൽ വന്ന സംഭവങ്ങൾ കണ്ടിട്ട് അങ്ങനെ കോപ്പി അടിച്ച് വെക്കാമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. ഈ ഭീഷ്മപർവ്വമൊക്കെ അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വരത്തൻ വലിയ കുഴപ്പമില്ല, പക്ഷേ അത് ഔട്ട്റൈറ്റ് കോപ്പിയാണെന്നുള്ളത് നമുക്കറിയാം. ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, ഒരു ഇംഗ്ലീഷ് ഒരു അമേരിക്കൻ പടമാണത്. പടത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അതിനകത്തുനിന്ന് എടുത്തതാണെന്നുള്ള രീതിയിൽ. ഈ പടം ഈ ബോഗൻവില്ല അതുപോലത്തെ തന്നെ സംഭവമായിരിക്കും. ഒരു പന്നിയെ ഓടിച്ചിട്ട് ഇങ്ങനെ പുറകിന് ഓടിപ്പോയിട്ട് വെടിവെക്കുന്നുണ്ട് ജ്യോതിർമയി. അതാണ് ആ ട്രെയിലർ പാട്ടിനകത്ത് കണ്ട കാഴ്ച അതാണ്. പിന്നെ ഈ സൈഡിലിരിക്കുന്ന ഈ മാസ്ക് ഇട്ട കുറേ പെണ്ണുങ്ങൾ ഒക്കെ പെണ്ണുങ്ങളാണ്. പിന്നെ ആണുങ്ങളുടെ സൈഡിൽ കുഞ്ചാക്കോണ്ട്, നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്, ഷറാഫുദ്ദീൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വരത്തൻ മോഡൽ തന്നെ കുറച്ച് വ്യത്യാസമായിട്ട് റിവെഞ്ച് എടുക്കലും പരിപാടിയും അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു ഡാർക്ക് സീനായിരിക്കും, ഭയങ്കര ഒരു ഡൾ ലുക്കും ബ്രൈറ്റ് കളേഴ്സും കുറേ ബ്ലാക്കും. പിന്നെ ഇതിനകത്ത് ഈ സാത്താൻ്റെ ആ ഒരു സംഭവം വെച്ചിരിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ശരിക്കും ക്രിസ്ത്യൻസ് ചെയ്യുന്നതാണോ അതോ അമൽ നീരദ് തന്നെ ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. അമൽ നീരദ് ചെയ്യാനായിരിക്കും സാധ്യത. എന്തുവാണേലും സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം എന്തായി തീരുമെന്നുള്ളത്.